ഹായ്, ഞാൻ അനുദീപ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പേഴ്സ് അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് എങ്ങനെയാണ് എക്സാം ഹോളിൽ ചിന്തിക്കുന്നത് എന്നാണ്. ബിക്കോസ് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, വർഷങ്ങളായി PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പല വിദ്യാർത്ഥികളും ഇപ്പോഴും ചെറിയ മാർക്കിൻ്റെയൊക്കെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആവാറുണ്ട്. പക്ഷേ പ്രിപ്പറേഷൻ തുടങ്ങിയ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകം ടോപ്പ് റാങ്കിലേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പം കൂടിക്കൊണ്ടിരിക്കുക. ഇതൊരു പാരഡോക്സ് ആണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബിക്കോസ് തോട്ട് പ്രോസസ്സിന്റെ ഡിഫറൻസ് ആണ്. എക്സാം ഹോളിൽ എങ്ങനെ ചിന്തിക്കണമെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസ് പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. നമ്മുടെ ഫിലോസഫി നിങ്ങൾ മറന്നു പോകരുത്. ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലിമിനേഷൻ ടെക്നിക്സിന്റെ കാര്യങ്ങളാണ്. ഞാൻ 2 ദിവസം മുമ്പ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസിന്റെ അനാലിസിസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പല ചോദ്യങ്ങളും എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളൊന്നും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദയവായി വീഡിയോ ഒന്ന് കാണുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്സിന്റെ സാധ്യതകൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ഈ ഒരു ക്ലാസ് നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചോദ്യം ഓൾറെഡി. സ്റ്റുഡൻസ് അവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ വീഡിയോ കൂടെ കണ്ടു കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീ ക്ലാസ്സുകൾക്കും അഫോർഡബിൾ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവാം. ഡെയിലി രാവിലെ അവിടെ തരുന്ന മോക്ക് ടെസ്റ്റ്, ഡിഗ്രി ലെവലിന്റെ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യമേ ഒരു എളുപ്പ ചോദ്യം വർക്കൗട്ട് ചെയ്യാം, അതിനുശേഷം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. ഈ ഒരു ചോദ്യം കണ്ടോ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. ഇനിയുള്ള എക്സാംസിന് ഇതൊരു സ്ഥിരം ചോദ്യമാകാൻ സാധ്യതയുണ്ട്. ഇത് ഏത് മന്ത്രിസഭ അല്ലെങ്കിൽ ഏത് മിനിസ്ട്രി, ഏത് മന്ത്രാലയത്തിന് അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന ചോദ്യം. നമുക്ക് നോക്കും പറയാം NSG കമാൻഡോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ബ്ലാക്ക് ക്യാറ്റ് അല്ലെ. അപ്പൊ അവരെന്തായാലും മിനിസ്ട്രി ഓഫ് കൊമേഴ്സോ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് കൾച്ചറോ സാംസ്കാരിക മന്ത്രാലയമോ ഒന്നും ആവില്ലല്ലോ, മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്നും ആയിരിക്കില്ല. ഇത്തിരി പോലീസും പട്ടാളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരേ ഒരു മിനിസ്ട്രി ഓപ്ഷനകത്തുള്ളൂ ബി, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. കീർത്തി ചക്ര സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അവിടെ മോഹൻലാല് അദ്ദേഹം സുപ്പീരിയർ ഓഫീസർ മോഹൻലാലിനെ എടോ മഹാദേവ എന്ന് വിളിക്കുമ്പോഴത്തേക്കും മോഹൻലാൽ തിരിച്ചു പറയുന്ന ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്, സാർ മേജർ മഹാദേവനാണ്, നമ്മൾ ഹോം മിനിസ്റ്ററുടെ അണ്ടറിലാണെങ്കിലും വി ആർ സ്റ്റിൽ ഇൻ ദ ആർമി, റിമെമ്പർ ദാറ്റ് എന്ന് അദ്ദേഹം സുപ്പീരിയർ ഓഫീസറെ താക്കീത് ചെയ്യുന്നുണ്ട്. കാര്യം പട്ടാളം എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്ററുടെ അണ്ടറിലാണ്, പക്ഷേ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത് ഹോം മിനിസ്റ്ററുടെ അണ്ടറിലാണ്. ഇവിടെ പട്ടാളത്തിൽ നിന്നും പോലീസിൽ നിന്നും ഒക്കെ ഡെപ്യൂട്ടേഷൻ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഈ ഭയങ്കര കൗതുകരമായിട്ട് തോന്നിയ ഒരു ഡയലോഗ് ആയിരുന്നു അത്. അപ്പം ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എളുപ്പമായിരിക്കും. ബിക്കോസ് അതിനകത്ത് NSG കമാൻഡോ ആണല്ലോ മോഹൻലാൽ, അദ്ദേഹം അപ്പൊ ഹോം മിനിസ്റ്ററുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളവർ ഓർക്കുക. ഇതിനെ ഒരിക്കലും മറക്കില്ല നിങ്ങൾ. നമുക്കിനി കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരികയാണ്. പിന്നെ അടുത്ത ചോദ്യം ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾ ഈ ഒന്ന് പോസ് ചെയ്ത് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് ഇത്രയും ഏരിയ ഉണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട്, ലോക്കൽ, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, ഇത്രയൊക്കെ പറയുന്നുണ്ട്. സോ നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, കീഴ്ഘടകത്തിലെ പ്ലാനുകളൊക്കെ അംഗീകരിക്കുന്ന ഉപരിഘടകമായിരിക്കും. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനൊക്കെ ഇതൊക്കെ ഫൈനലൈസ് ചെയ്യുന്ന എവിടെ ആയിരിക്കും, തൊട്ട് മുകളിലുള്ള ഘടകങ്ങളോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് സൈഡിൽ ഇരുന്നോളൂ, അത് കുഴപ്പമില്ല, സൈഡിൽ നിന്നോ കുഴപ്പമില്ല. ഇത് നോക്കിയേ, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇവിടെ ഹെഡഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നുണ്ട്. ഈ 4 എൻറ്റിറ്റികളിൽ 4 അസോസിയേഷനുകളിൽ ഏതിനെ ആയിരിക്കും ഡിസ്ട്രിക്ട് കളക്ടർ ഹെഡ് ചെയ്യാൻ സാധ്യത? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയിരിക്കും, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയിരിക്കും, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ ആയിരിക്കും. പക്ഷേ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്റ്റിന്റെ തലവനാണല്ലോ, അപ്പൊ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലേ വരുള്ളൂ. അപ്പൊ 2 എന്ന് പറയുന്നത് 2 തന്നെയാണ് അല്ലെ. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ? സിയും ബിയും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എ എലിമിനേറ്റ് ചെയ്തു. ഇത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉണ്ട്. ഈ എൻ്റെ ഓപ്ഷൻസിനകത്ത് സ്റ്റേറ്റ് പ്ലാനിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതാ? 4 അല്ലേ, മെയിൻ സ്ട്രീം ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇൻ ടു സ്റ്റേറ്റ് പ്ലാനിംഗ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ അത് സ്റ്റേറ്റ് പ്ലാനിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ? സ്റ്റേറ്റ് പ്ലാനിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ഓപ്ഷൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ സംബന്ധിച്ചുള്ളതായിരിക്കുമല്ലോ. നിങ്ങൾ ചിന്തിക്കുക, എക്സാം ഹോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ചാനൽ ഫ്രീ കണ്ടന്റുകൾ, ഇതിൽ എത്ര വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോസ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ എന്തായാലും 4 വരുള്ളൂ. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ അല്ലേ, ബി. അപ്പൊ ഇതിന് ഉത്തരം ബി ആണ്. അപ്പോ എക്സാം ഹോളിൽ
ഒരു റാങ്ക് ഹോൾഡറും അല്ലെങ്കിൽ ചെറിയ മാർക്കിൽ റാങ്ക് നഷ്ടമാകുന്ന ഒരാളും തമ്മിൽ ചിന്തിക്കുന്നതിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സാണ് ദൈവം. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്തിപ്പെട്ടാൻ പെട്ടെന്ന് സാധിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ? അതിനു മുമ്പ് നമ്മുടെ ഓണം ഓഫേഴ്സ് ഇപ്പോൾ റൺ ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച്, അതിന്റെ മെയിൻ ടെസ്റ്റ് സീരീസ്, അതിനോടൊപ്പം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ ബാച്ചുകളുടെ ഒക്കെ കോഴ്സുകൾ ലിമിറ്റഡ് ടൈമിലേക്ക് വെട്ടിക്കുറച്ചിട്ടിരിക്കുകയാണ്. വളരെ അഫോർഡബിൾ ആണ് തന്നെ, പണ്ടോട്ടേ അഫോർഡബിൾ ആണ് കോഴ്സസ്. സോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എലിമിനേഷൻ ടെക്നിക്സിന്റെ അതിതീവ്രമായ പരിശീലനത്തിനോടൊപ്പം സിലബസിലെ ഓരോ മുക്കും മൂലയും നിങ്ങളെ അരച്ച് കലക്കി പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഡെമോ ക്ലാസ്സുകളും നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് തരും. അപ്പൊ അടുത്ത ഒരു ചലഞ്ചിങ് ചോദ്യത്തിലേക്ക് പോയി നോക്കിയാലോ? ഈ ചോദ്യം കണ്ടോ? ഗവൺമെന്റ് ഓഫ് കേരള, വലിയൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഗവൺമെന്റ് ഓഫ് കേരള ലോഞ്ച്ഡ് ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനിഷ്യേറ്റീവ്. പ്രകൃതി അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനെ പ്രതിരോധിക്കുന്ന, അതിനെ റെസിലിയൻസിന് ബിൽഡ് ചെയ്യാൻ വേണ്ടുന്ന ഒരു പ്രോഗ്രാമാണത്. ഇത് എന്താണെന്ന് ചോദ്യത്തിനകത്ത് തന്നെ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ചോദ്യത്തിന്റെ സൈസ് കൂടുന്തോറും ഉത്തരം എളുപ്പമായി മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുക. കാരണം ഇതിന്റെ ക്ലൂ ഇവിടുത്തെ കേട്ടോ. ഇത് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനിഷ്യേറ്റീവ് വിച്ച് അലൈൻസ് വിത്ത് സ്റ്റേറ്റ്സ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സംസ്ഥാനത്തിന്റെ ഈ ദുരന്ത നിവാരണ പദ്ധതികളുമായും സുസ്ഥിര വികസനവുമൊക്കെയാണ് ബന്ധപ്പെട്ടുള്ള സംഭവം. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ക്ലൂ വിട്ടുപോലെ കേരള ഗവൺമെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദുരന്ത നിർമ്മാർജ്ജനവും അതിനോടൊപ്പം സുസ്ഥിര വികസനവുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അത്ര നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഡയറക്ട്ലി ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എവിടെ കൊണ്ടുവരണമെങ്കിലും ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളെ അതിന്റെ പങ്കാളികളാക്കിയേ പറ്റുള്ളൂ. നിങ്ങൾ ഇത് വിട്ടേക്ക്, പ്രകൃതി ദുരന്തം വിട്ടേക്ക്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വിട്ടേക്ക്. നമുക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അല്ലെ, സാമ്പത്തികമായ ഒരു സുസ്ഥിരത, അതിന്റെ സ്കീം ആണെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവില്ലേ? ഇറ്റ് ഇന്റഗ്രേറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്ട്രാറ്റജീസ് ഡയറക്ട്ലി ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലെവൽ പ്ലാൻസ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ പറ്റുമോ? പോട്ടെ, വിമൺ എംപവർമെന്റ് എടുക്കുക. നിങ്ങൾ വിമൺ എംപവർമെന്റ് എടുക്കുക. സസ്റ്റൈനബിൾ ആയിട്ട് വിമൺ എംപവർമെന്റ് നടക്കണമെങ്കിൽ ഇറ്റ് ഇന്റഗ്രേറ്റ്സ് വിമൺ എംപവർമെന്റ് സ്ട്രാറ്റജീസ് ഡയറക്ട്ലി ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലെവൽ പ്ലാൻസ്. അങ്ങനെ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ പറ്റും? ഇല്ല, ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റാ. ഇതാണ് ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നത്. ബ്യൂറോക്രാറ്റ് ഇത് ജനറൽ, ഇത് തെറ്റാന്ന് പ്രൂവ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ? ഇറ്റ് ഈസ് കോർഡിനേറ്റഡ് ബൈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ഫണ്ടഡ് സോൾലി ബൈ വേൾഡ് ബാങ്ക്. അതായത് കേരള ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. പക്ഷെ അതിന് ഫണ്ടിങ് കൊടുക്കുന്നത് വേൾഡ് ബാങ്ക്. അത് വേൾഡ് ബാങ്ക് മാത്രം തന്നെ ഫണ്ടിങ് കൊടുക്കുള്ളൂ. സോൾലി ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റാണ്. അതായത് ഇന്ത്യ ഗവൺമെന്റ് 10 പൈസ കൊടുക്കത്തില്ല, കേരള ഗവൺമെന്റ് 10 പൈസ കൊടുക്കത്തില്ല, വേൾഡ് ബാങ്ക് മാത്രമേ ഫണ്ട് കൊടുക്കുള്ളൂ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഒരു കല്ലുകടി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യണം. അതായത് ഒരു ലോക്കൽ ലെവൽ പ്രോഗ്രാം, ഒരു സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാം. ഓക്കെ, അത് വേൾഡ് ബാങ്കിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് സമ്മതിക്കുന്നു. വേൾഡ് ബാങ്ക് മാത്രമേ ഫണ്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ പ്രൈവറ്റ് പാർട്ടീസിന് കുറച്ച് ഡൊണേഷൻ അതിന് കൊടുക്കണം തോന്നുന്നു, അവർക്ക് കൊടുക്കാൻ ഒക്കത്തില്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ ഒക്കത്തില്ല. ഒരിക്കലും ഫിനാൻഷ്യൽ ഡയമെൻഷനിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാറില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അതും ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വളരെ പൊതുവെ നമ്മൾ കാണാറില്ല, അപൂർവമായിട്ട് ഉണ്ടാവാം. ജനറലി സ്പീക്കിംഗ് ഇല്ല. അപ്പൊ ഒരു പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ഫണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലേ? പറ്റുമോ പറ്റത്തില്ല, അത് മാറ്റി വെച്ചേക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന സ്റ്റൈൽ മനസ്സിലായാലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു കല്ലുകടി ഉണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്നിരിക്കട്ടെ. അപ്പം തന്നെ ഇത് എയും പോയി സിയും പോയി അല്ലെ. അപ്പൊ തന്നെ 1ഉം 4ഉം ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ 4 വെറുതെ വായിച്ച സമയം കളയണോ? 4 ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് എംഫസൈസസ് വാട്ടർഷെഡ് ബേസ്ഡ് ഡെവലപ്മെന്റ് ആൻഡ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ ഫോർ ഡിസാസ്റ്റർ പ്രോൺ സോൺസ്. അതായത് പ്രകൃതി ദുരന്തം ഒഴിവാക്കാനായിട്ട് വാട്ടർഷെഡ് ബേസ്ഡ്, അതായത് വാട്ടർഷെഡ് മാനേജ്മെന്റ്, ഒരു മഴവെള്ളം വീഴുമ്പോൾ അത് കളക്ട് ചെയ്യപ്പെടുന്ന ഏരിയാസിന്റെ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ആണത്. പിന്നീട് പ്രകൃതിദത്തമായ സൊല്യൂഷൻസ്, നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ, കണ്ടൽ കാടുകളുണ്ട് അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വാട്ടർ കൺസർവേഷനെ പറ്റിയാന്നിരിക്കട്ടെ, തെറ്റാന്ന് പറയാൻ പറ്റും ഈ സ്റ്റേറ്റ്മെന്റ്. ഇതിപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. പക്ഷെ ഇതേ സ്റ്റേറ്റ്മെന്റ് വാട്ടർ കൺസർവേഷനെ സംബന്ധിച്ച് വരുവാണെങ്കിൽ ശരിയാവില്ലേ? നെൽകൃഷിയെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാലോ, ഇറ്റ് എംഫസൈസസ് ഓൺ വാട്ടർ ബേസ്ഡ് ഡെവലപ്മെന്റ് ആൻഡ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ ഫോർ ഇംപ്രൂവിംഗ് പാഡി കൾട്ടിവേഷൻ.
ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ? ഇത് ചെയ്യേണ്ടുന്ന ഒരു സസ്റ്റൈനബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറയുന്നു. അപ്പൊ ഇങ്ങനെ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ്, ഇത് കുറെ ആഴത്തിലുള്ള ടോപ്പിക്കാണ്. NBS എന്ന് പറയും, നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ്. ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ അത്രയും ഡെപ്ത് നിന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ്സിൽ ഓരോ ടോപ്പിക് ഇൻ ഡെപ്തിൽ എടുക്കും. പക്ഷെ എക്സാം ഹോളിലെ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ സമയത്ത് നമുക്ക് പഠിച്ച എല്ലാ ഡേറ്റ ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ്, ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചോദ്യം വായിക്കുമ്പോൾ ഇത് തെറ്റാവാൻ ഒക്കത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ ഒക്കത്തില്ല. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ എന്തോ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ശരിയായിട്ടുള്ള ആൻസർ. ചിലപ്പോൾ ഫൈനൽ ആൻസർ കീ അത് ഇത് റൈറ്റോ റോങ് എന്തോ ആയിട്ടായിരിക്കും കൊടുക്കുക. പക്ഷെ ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പം പ്രൊഫഷണലിനകത്തും ഇത് തന്നെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ കീ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. നിങ്ങൾ പ്രൊഫഷണൽ കീ നോക്കണ്ട, നമുക്ക് ശരിയായിട്ടുള്ള രീതി ചിന്തിക്കാം. പലപ്പോഴും ഫൈനൽ ആൻസർ കീയിലും റോങ് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഒരിക്കലും പ്രൂവ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ 18ന്റെ ആൻസർ എന്ത് വരും? B ഫോർ ബോംബെ ആണ് 18ന്റെ ആൻസർ. ഇതിന്റെ ഒരു മാജിക് മനസ്സിലായോ? യെസ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് മാൻഡേറ്റ്സ് ദ യൂസ് ഓഫ് ക്ലൈമറ്റ് വൾണറബിലിറ്റി ഇൻഡെക്സിംഗ് ഇൻ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട്, ഇറ്റ് യൂസസ് ക്ലൈമറ്റ് വൾണറബിലിറ്റി മാപ്പിംഗ് ഓഫ് ലോക്കൽ ഏരിയാസ്, അങ്ങനെ പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് ഇറ്റ് യൂസസ് ക്ലൈമറ്റ് വൾണറബിലിറ്റി മാപ്പിംഗ് ഓഫ് ലോക്കൽ ഏരിയാസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് എന്നൊക്കെ പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം. തള്ള് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജനറൽ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് കനോട്ട് ബി പ്രൂവൺ റോങ്. സോ ഈ രീതിയിൽ നിങ്ങൾ ബ്രെയിനെ ഒന്ന് ട്യൂൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരു കൊല്ലത്തിന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും, പ്രൊവൈഡഡ് സിലബസ് ബേസ്ഡ് ആയിട്ട് ആത്മാർത്ഥമായി പഠിക്കുകയും കൂടെ വേണം. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? ഇതൊരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും അതിന്റെ അപ്രോച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യമാണ്, പക്ഷേ മനസ്സ് വെച്ച് ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുക നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ ഒരു 15 സെക്കൻഡ്സ് മതിയാവും. അപ്പൊ എന്റെ കൂടെ ഒന്നിരിക്കാം. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് പെതുക്കെ വന്ന് കണ്ടാലും മതി. എനിക്കറിയാം ഇന്നത്തെ ക്ലാസ് കുറച്ച് കട്ടിയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കട്ടയായി കൂടെ നിന്നോണം. ഓക്കെ, 13ാമത്തെ ചോദ്യം എന്താണ്? കേരളത്തിലെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താണെന്നാണ് ചോദ്യം. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന്റെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെ? ബ്യൂറോക്രാറ്റ്സിൽ ഉദ്യോഗസ്ഥ ബൃന്ദം തയ്യാറാക്കുന്ന ചില റൂൾസും ബൈലോസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക. സപ്പോസ് നിങ്ങൾക്ക് അത് അറിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അറിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് സ്കാൻ ചെയ്യുക. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് അത് ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറയുന്നൊരു കാര്യം, ശത്രുവിന്റെ ശക്തി ദൗർബല്യങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ തന്ത്രം വരെ. ഓരോ ചോദ്യങ്ങളിലും ഓരോ വീക്ക്നെസ് കാണും. ആ വീക്ക്നെസ് കണ്ടെത്തി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അതാണ് യുദ്ധതന്ത്രം. ഈ ചോദ്യത്തിനകത്ത് വീക്ക്നെസ് എന്താ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഈസ് ലിമിറ്റഡ് ഓൺലി ടു പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് നോട്ട് ടു മെറിറ്റ് ഓർ പോളിസി കണ്ടന്റ് ഓഫ് ദ റൂൾ. ജുഡീഷ്യൽ റിവ്യൂ എല്ലാവരും പഠിക്കുന്നതാണ്, അല്ലെ? ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂവിന്റെ സാധ്യതകൾ അൺലിമിറ്റഡ് ആണ്. ഭയങ്കര വിശാലമായിട്ടുള്ള സാധ്യതകളുള്ളത്. അതിനെ ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ജനറലി സ്പീക്കിംഗ് അതിനെ ലിമിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റാറ്റ്യൂട്ടറി ലെജിസ്ലേഷന്റെ കാര്യമായിക്കോട്ടെ, എന്ത് എക്സ് ഓർ വൈ ഓർ ഇസഡ്, പ്രസിഡന്റിന്റെ ഓർഡറിന്റെ കാര്യം ആയിക്കോട്ടെ, ഗവർണറിന്റെ ഓർഡർ ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്ററിന്റെ ഓർഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോവർ ജുഡീഷ്യറിയുടെ ഓർഡേഴ്സ് ആയിക്കോട്ടെ, എന്തായാലും പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം ആയിക്കോട്ടെ, ഏതൊരു കോണ്ടെക്സ്റ്റിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ തിങ് ഇസ് ലിമിറ്റഡ് ഓൺലി ടു പ്രൊസീജിയറൽ ഇറഗുലാരിറ്റീസ് ആൻഡ് നോട്ട് ടു മെറിറ്റ് ഓർ പോളിസി കോണ്ടന്റ് ഓഫ് ദ റൂൾ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. മനസ്സിലാക്കുക. നമ്മൾ ഇൻഡെപ്ത് ഇറങ്ങി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽസിന്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ ജനറലി സ്പീക്കിംഗ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ബിയും പോയി ഡിയും പോയി. അപ്പൊ ഒന്നും പഠിക്കാതെ തന്നെ നിങ്ങൾ 50-50 എന്ന ഓപ്ഷനിലേക്ക് എത്തി. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, 1ഉം 4ഉം ശരിയായേ പറ്റൂ. രണ്ടിനകത്തുണ്ട് 1ഉം 4ഉം ശരിയാണ്. ഇനി അടുത്ത ഒരേ ഒരു ചോദ്യം, തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ഹൈക്കോടതി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് ഹൈക്കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. 50-50 നമ്മൾ എത്തി. 50-50യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുത്തിക്കണം. അത് സിമ്പിൾ പ്രോബബിലിറ്റി തിയറിയാ, പ്രോബബിലിറ്റി തിയറി മാത്രമാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കുത്തുന്ന ചോദ്യങ്ങളിൽ 10 എണ്ണം കുത്തിക്കഴിഞ്ഞാൽ ഒരു 5 എണ്ണം ശരിയായി, 5 എണ്ണം തെറ്റി. എന്നാലും നമുക്ക് അഗ്രിഗേറ്റ് ലാഭമല്ലേ മാർക്ക്? തെറ്റിക്കഴിഞ്ഞാൽ 1/3 മാർക്കല്ലേ പോവുള്ളൂ. 50-50 വന്നു കഴിഞ്ഞാൽ
ചൂസ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ കോൺഫിഡൻസ് വേണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം, സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം, നന്നായിട്ട് എലിമിനേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് 10-15 മാർക്ക് എക്സ്ട്രാ കിട്ടും. അത് അവിടെ നിൽക്കട്ടെ. ഇതിലിപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ കിടക്കുന്ന ആൻസർ എ ആണ്, പക്ഷേ ഇതിന്റെ ആൻസർ സി ആവാനാണ് സാധ്യത. ഇത് ഞാൻ പറഞ്ഞു, ചിലപ്പം തെറ്റും ചിലപ്പം ശരിയാവും. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമുക്ക് ഒരു എന്താ പറയുക നെഗറ്റിവിറ്റി ബയാസ് ആണ്. നമുക്ക് ഒരു 100 രൂപ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തിനേക്കാളും ഒരു 10 രൂപ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അഗ്രിഗേറ്റ് 90 രൂപ കിട്ടിയെന്നുള്ള ചിന്ത ആർക്കില്ല. സോ ഇതാണ് UPSC മൈൻഡ് സെറ്റ്. സിവിൽ സർവീസസിൽ പ്രിലിംസ് നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ടെക്നിക്സ് ആണ്. നിങ്ങൾ ടോപ്പേഴ്സിന്റെ വീഡിയോ എടുത്ത് നോക്കുക, അതേ പാറ്റേൺ ആണ് കേരള PSC പൊക്കോണ്ടിരിക്കുന്നത്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. എളുപ്പമാണ് ഇപ്പോൾ കേരള PSC, പണ്ടത്തെക്കാളും വളരെ എളുപ്പമാണ്. അപ്പൊ ഇതിന് ആൻസർ പ്രൊവിഷണൽ ആൻസറിലെ ആൻസർ അല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ ആൻസർ ഈ പറയുന്ന പോലെ സി ആണ് ആവേണ്ടത്. കാര്യം ഈ ഒരു ഒബ്സർവേഷൻ കേരള ഹൈക്കോടതി നടത്താനുള്ള സാധ്യത വളരെ അധികമാണ്. പിന്നെ ഇവർ ഈ എന്താ പറയാ കൺസിസ്റ്റന്റ്ലി അപ്ഹെൽഡ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ തെറ്റാവാനും സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ എക്സാം എഴുതുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഞാൻ ലോകത്ത് എല്ലാം അറിയുന്ന വ്യക്തിയൊന്നുമല്ല, പക്ഷെ റാങ്ക് ലിസ്റ്റിലേക്ക് പലതിലും എത്തിയിട്ടുണ്ട്, നല്ല റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് യൂസ് ചെയ്യുന്ന ആ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ഞാൻ ഈ ചോദ്യം ഞാൻ എന്ത് ചൂസ് ചെയ്യും? ഞാൻ സി തന്നെ ഞാൻ ചൂസ് ചെയ്യും. ഇത് തെറ്റുവാണെങ്കിൽ കുഴപ്പമില്ല, കാര്യം ഇതൊരെണ്ണം തെറ്റിയത് കൊണ്ട്. പക്ഷെ അതേ മെന്റാലിറ്റി യൂസ് ചെയ്ത് എനിക്ക് 10 ചോദ്യങ്ങൾ വേറെ ശരിയാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അഗ്രിഗേറ്റ് ലാഭമാണ്, എനിക്കത് മതി. ടോപ്പ് 50 റാങ്ക് വരെ എനിക്കത് മതി. ഇതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടുന്ന സ്റ്റൈൽ. ഞാനിതെല്ലാം തുറന്നു പറയുന്നതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും 2 വശമുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്. അഗ്രിഗേറ്റ് എന്താണ് കൂടുതൽ എന്നുള്ളത് വേണം നമ്മൾ ചിന്തിക്കാൻ, അല്ലേ? 100% ഗുണം കിട്ടുന്ന കാര്യങ്ങളൊന്നും ലോകത്തില്ല. 15ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. കേരളത്തിലെ ലാൻഡ് റിഫോംസിനെ പറ്റിയുള്ള ചോദ്യം. ഇതിന്റെ കൂടെ നിൽക്കണേ ഒരു എന്താ പറയാ ഒരു ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ് നമ്മൾ. ചിന്തിച്ച് നമുക്കൊരു ഉത്തരത്തേക്ക് എത്താൻ പറ്റും. കേരളത്തിലെ ലാൻഡ് റിഫോംസ് ക്ലൂ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിലെ ലാൻഡ് റിഫോംസ് നമ്മുടെ അഗ്രേറിയൻ സ്ട്രക്ചർ അല്ലെ, കൃഷിയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ മാറ്റം വരുത്തുന്നതിൽ സഹായിച്ചു. പക്ഷേ ഗ്രാമമേഖലയിൽ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിലും എംപ്ലോയ്മെന്റ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പരാജയപ്പെട്ടു. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്തൊരു ഗുണമുണ്ട്, അഗ്രേറിയൻ സ്ട്രക്ചർ മെച്ചപ്പെട്ടു, പക്ഷേ റൂറൽ ഏരിയാസിൽ വ്യവസായങ്ങളോ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളോ കൂടുതൽ സൃഷ്ടിക്കുന്നതിന് സാധിച്ചില്ല. എന്താ പറ്റിയെന്നാണ് ചോദ്യം. എന്താ പറയുന്നത്, ലാൻഡ് റിഫോംസ് വെയർ ലീഗലി വീക്ക് ആൻഡ് ലാക്ക്ഡ് പ്രോപ്പർ എൻഫോഴ്സ്മെന്റ് മെക്കാനിസം. എന്താണ് ഇപ്പൊ ഇവിടെ പറയുന്നത്? ലാൻഡ് റിഫോംസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, എൻഫോഴ്സ് ചെയ്തു, പക്ഷേ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു, അഗ്രേറിയൻ സ്ട്രക്ചർ മാറിയതല്ലേ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ നേരെ ഉൾട്ടയല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. പോട്ടെ, അത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ലാൻഡ് റിഫോംസിനെ പറ്റി ബേസിക്കലി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാൻഡ് റിഫോംസ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ കേരളത്തിലും ബംഗാളിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നല്ല എൻഫോഴ്സ്മെന്റ് മെക്കാനിസം ഉണ്ടായിരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതല്ലെങ്കിൽ പോലും ഈ ചോദ്യത്തിന് ഘടകവിരുദ്ധമല്ലേ സ്റ്റേറ്റ്മെന്റ് എ. അപ്പം അതാണ് ചോദ്യം. ചോദ്യം എന്താ, ഇന്ത്യയിൽ എവിടെയാണ് കേരളം എന്നാണ് ചോദ്യം ഇരിക്കട്ടെ. ഓപ്ഷൻ എ, കേരളം ഇന്ത്യയിലല്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് ചോദ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഓപ്ഷൻ അല്ലേ. മാത്രമല്ല ബേസിക് ഡേറ്റ ഉണ്ടെങ്കിൽ അറിയാം എ തെറ്റാണ്. ബിയോ, ഈ ഭൂപരിഷ്കരണവും റീഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടന്നത് മോശപ്പെട്ട ലാൻഡില, കൾട്ടിവബിൾ ലാൻഡില് അല്ലെന്നാ പറയുന്നത്. കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമിയിലല്ല, അല്ല വെറും പന്ന ഭൂമിയിലാണ്, ബാരൻ ലാൻഡിൽ നോൺ കൾട്ടിവബിൾ ഹോൾഡിങ്ങിലുമാണ് ഭൂവികസനം നടന്നതെന്നാണ് പറയുന്നത്. അല്ലെന്ന് നമുക്ക് ചരിത്രം പഠിച്ച് അറിയാൻ പറ്റും. ബേസിക് ഡേറ്റയാണ്. നെൽപ്പാടങ്ങൾ സഹിതം ഭൂപരിഷ്കരണത്തിന് വിധേയമായിട്ടുണ്ട്. ഓക്കെ, ഇത് ഭൂദാൻ മൂവ്മെന്റിനെ പറ്റിയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. നോർത്ത് ഇന്ത്യയിൽ ഭൂദാൻ മൂവ്മെന്റ്. അപ്പൊ അതാണ് നമ്മൾ വെറുതെ കറക്കിക്കുത്താൻ നിൽക്കില്ല. ഓരോ ചോദ്യം കാണുമ്പോഴും അടുത്ത പരീക്ഷയ്ക്ക് ആ ചോദ്യം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ആകുമെന്ന് ആലോചിക്കണം. ഭൂദാൻ മൂവ്മെന്റിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ വിനോബ ഭാവയുടെ പ്രോഗ്രാം, അതിനെ പറ്റിയ സംഭവം കറക്റ്റ് ആണ്. അത് അവിടെ ഇരിക്കുന്നത്, പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ബിഒ അല്ല, സിഒ, ലാൻഡ് റിഫോംസ് റിമൂവ്ഡ് ആബ്സെന്റി ലാൻഡ് ലോഡിസം ബട്ട് ഫെയിൽഡ് ടു ഇന്റഗ്രേറ്റ് വിത്ത് ലോങ് ടേം റൂറൽ എക്കണോമിക് സ്ട്രാറ്റജി. അതൊരു ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ്. ബിക്കോസ് ഫസ്റ്റ് പാർട്ട് കറക്റ്റ്, അത് അവിടെ ഇരിക്കട്ടെ. കൺഫ്യൂസ് ആയി അത് അവിടെ ഇരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഹൈ ലിറ്ററസി റേറ്റ് ഇൻ റൂറൽ ഏരിയാസ് ലെഡ് ടു ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ. അതായത് റൂറൽ ഏരിയാസിലെ ഭയങ്കര വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരായിരുന്നു ഗ്രാമമേഖലയിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ അവര് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് മൈഗ്രേഷൻ നടത്തി. അങ്ങനെ ഡെവലപ്മെന്റ് നടന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ലാൻഡ് റിഫോംസിന് ഇമ്പാക്റ്റിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ലിറ്ററസി പ്രോഗ്രാമിന് ഇമ്പാക്റ്റിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സംഭവിക്കാനാണെങ്കിൽ ലാൻഡ് റിഫോംസിന് മുമ്പേ ഇത് സംഭവിക്കേണ്ടതല്ലേ. ലാൻഡ് റിഫോംസിന് ഇമ്പാക്ട് എന്താണെന്നാണ് ചോദ്യം. ചോദ്യം ഈ ഓപ്ഷനോട് ഒരു ബന്ധമില്ല. നിങ്ങൾക്ക് അങ്ങ് ചിന്തിക്കാൻ പറ്റുന്നു, ആ രീതിയിലൊന്നും ബ്രെയിൻ ട്യൂൺ ആവുന്നുണ്ടോ? ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണാം. ഇവിടെ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഇമ്പാക്റ്റിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ. സി എന്താ പറയുന്നത്? സി ഇറ്റ് ഫെയിൽഡ് ടു ഇന്റഗ്രേറ്റ് വിത്ത് എ ലോങ് ടേം റൂറൽ എക്കണോമിക് സ്ട്രാറ്റജി.
അത് തന്നെ അല്ലേ ഇവിടെ പറഞ്ഞത്. എക്കണോമിക് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താ? എക്കണോമിക് സ്ട്രാറ്റജി എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ് എക്കണോമിക് സ്ട്രാറ്റജി. ഇവിടെ അത് നടന്നില്ല. അത് എന്താ നടക്കാഞ്ഞത്? അപ്പൊ ലോങ് ടൈം എക്കണോമിക് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചോദ്യം തന്നെ അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഫെയിൽഡ് ടു ഇന്റഗ്രേറ്റ് വിത്ത് ലോങ് ടേം റൂറൽ എക്കണോമിക് സ്ട്രാറ്റജി. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിലുണ്ട് കേരള എക്കണോമി. അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ ഒന്നിരിക്കട്ടെ. ഇപ്പോഴും കേരളത്തിലെ എന്താ പറയാ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി വരികയാണ്. അവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നിരിക്കട്ടെ, ലോങ് ടേം എക്കണോമിക് സ്ട്രാറ്റജി വാസ് നോട്ട് അപ് ടു ദ പാർട്ട്. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവും. ഒരു എക്കണോമിക് ഇഷ്യൂ ഒരിടത്ത് ഉണ്ടെങ്കിൽ അതിന്റെ റീസൺസ് ഒന്ന് എന്തായിരിക്കും? ലോങ് ടേം എക്കണോമിക് സ്ട്രാറ്റജിയുടെ പരാജയമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ക്യാൻ യു പ്രൂവ് ദാറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? എങ്ങനെയെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഒരു പോവർട്ടി എടുക്കുക. ഇന്ത്യയിൽ പോവർട്ടി ഉണ്ട്, പട്ടിണിയും പരിവട്ടവും ഉണ്ട്. റീസൺ എന്താ? ഫെയിലിയർ ഓഫ് ലോങ് ടേം എക്കണോമിക് സ്ട്രാറ്റജി. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, ഒരു എക്കണോമി റിലേറ്റഡ് ചോദ്യത്തിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇത് തെറ്റാന്ന് പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഫസ്റ്റ് പാർട്ട് കറക്റ്റ് നമുക്കറിയാം. അപ്പൊ ഒരു ഉത്തരം സിയിലേക്ക് എത്താൻ പറ്റും. ഐ നോ. ഇപ്പൊ നമ്മുടെ സ്ഥിരമായി നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇത് കലങ്ങും. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വീഡിയോസ് കാണുക. നമ്മുടെ ചാനലിലെ ഇത്തരം കണ്ടന്റുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്കൊരു ഒരു വർഷത്തിനകം റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. നോളജ്, അറിവ് കിട്ടാവുന്ന എല്ലായിടത്തും സ്വീകരിക്കാം. പക്ഷേ നമുക്ക് സ്വാംശീകരിക്കാവുന്ന അറിവിന് പരിമിതിയുണ്ട്. നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ നോക്കത്തില്ല. പക്ഷേ സ്വാംശീകരിക്കുന്ന വിസ്ഡം, അതിന് പരിമിതിയില്ല. നോളജും വിസ്ഡവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബി എ വൈസ് പേഴ്സൺ. ഓക്കെ. ആൻഡ് അപ്ഡേറ്റ് ഡെയിലി, കണ്ടിന്യൂസ് ബേസിസിൽ അപ്ഡേറ്റ് ചെയ്യുക. കിട്ടാവുന്നിടത്തോളം നോളജ് അക്യുമുലേറ്റ് ചെയ്യുക, മുന്നോട്ട് പോകുക. ബിക്കോസ് വലിയ അവസരങ്ങളാണ് നമുക്ക് വരാതിരിക്കുന്നത്. ഡിഗ്രി ലെവൽ PSCയിലും 10th +2 ലെവലിലും ഒക്കെ. ആ അവസരം ഒന്നും മിസ് ഔട്ട് ആകരുത്. എഗെയിൻ, ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് മെന്റേഴ്സ് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ എനിക്കും അറിയണം നിങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോ സ്വീകരിക്കുന്നത്. ഈ ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, അത് ഡിഫിക്കൽട്ട് ആണോ, എന്തൊക്കെ ഇംപ്രവൈസേഷൻ ആണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് വരുത്താനുള്ളതെന്നും, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും എല്ലാം തുറന്ന് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. നന്നായി തന്നെ പഠിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ കയറണം.